ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബോണ്ട് ആംഗിളും ഡൈഹെഡ്രൽ ആംഗിളും എന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു ലീനിയർ മോളിക്യൂളാണ്. ഇതിൽ ഒരാറ്റത്തിൽ നിന്നുള്ള 2 ബോണ്ടുകളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 2 ബോണ്ടുകൾ, ആ 2 ലൈനുകൾ തമ്മിലുള്ള ആംഗുലർ ഡിസ്റ്റൻസ് ആണ് ഇവിടുത്തെ ബോണ്ട് ആംഗിൾ. അത് 180 ഡിഗ്രി. അടുത്തത് ഒരു പ്ലാനർ മോളിക്യൂളാണ്. അവിടെയും ഒരു സെൻട്രൽ ആറ്റത്തിൽ 3 ബോണ്ടുണ്ട്. നമുക്ക് ഇതിൽ ഏതെങ്കിലും 2 ബോണ്ടുകൾ തമ്മിലുള്ള ആംഗുലർ ഡിസ്റ്റൻസ് ആണ്. ഇത് 120 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഇനി ഈ 3 ഡയമെൻഷൻ മോളിക്യൂളിൽ നോക്കാം. ഇത് ടെട്രാഹെഡ്രൽ ആംഗിളാണ്. സോ ഇറ്റ് ഈസ് 109 ഡിഗ്രി 28 മിനിറ്റ്സ്. ഓക്കെ, ഇനി ഈഥൈൻ മോളിക്യൂൾ ബോണ്ട് ആംഗിൾ ആയിരിക്കും. ഡൈഹെഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ 2 കാർബൺ ആറ്റത്തിൻ്റെ സി ബോണ്ട് ആക്സിസിലെ റൊട്ടേഷൻ കൊണ്ട് അവയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 ബോണ്ടുകളിൽ ഉണ്ടാകുന്ന ആംഗുലർ ഡിസ്റ്റൻസ് ആണ്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മോളിക്യൂളിനെ പ്രത്യേക രീതിയിൽ ഹോൾഡ് ചെയ്യണം. ഇതുപോലെ ഇപ്പോൾ 0 റൊട്ടേഷനാണ്. ഇനി റൊട്ടേഷൻ ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ കൂടി കൂടി വന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 60 ഡിഗ്രി ആകും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ട്രയാങ്കിളിൻ്റെ 120 ഡിഗ്രി ആകും. 2 ബോണ്ടഡ് ആറ്റംസിൻ്റെ 2 ഡിഫറെൻറ്റ് ബോണ്ടുകൾ തമ്മിലുള്ള ആംഗുലർ ഡിസ്റ്റൻസാണ് ഡൈഹെഡ്രൽ ആംഗിൾ. ഒരേ ആറ്റമിൻ്റെ 2 ബോണ്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ബോണ്ട് ആംഗിൾ. ഈ ഡൈഹെഡ്രൽ ആംഗിളിൻ്റെ ഒരു നോളജ് നമുക്ക് കൺഫർമേഷൻസ് പഠിക്കാനായിട്ട് ആവശ്യമായി വരും. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.